പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ ദൈവിക രഹസ്യം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്, നമ്മളെല്ലാവരും ദൈവത്തോട് പരാതി പറയും. എന്തിനെന്നറിയാവോ? നമ്മൾ ദൈവത്തോട് ചില കാര്യം ചോദിക്കും, കിട്ടില്ല. എന്നിട്ട് നമ്മൾ പറയും, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എനിക്ക് ഉത്തരം തരുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നില്ല, കർത്താവ് എന്നോട് എന്തോ അകൽച്ചയാണ്, ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല, ദൈവം എന്നെ മറന്നു. അതെന്താ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാത്രം ദൈവം കേൾക്കാതെ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ടല്ലോ? ഇങ്ങനെ പരാതി പറയുന്ന, ഇങ്ങനെ വിഷമം പറയുന്നവർക്കുള്ളതാണ് ഇത്തവണത്തെ നമ്മുടെ ഈ എപ്പിസോഡ്. ഇങ്ങനെയാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം തുറന്ന് വായിക്കാം. ഇങ്ങനെയാണ് വചനം പറയുന്നത്: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. നമ്മൾ ദൈവത്തോട് ചോദിച്ച് കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ കിട്ടുവാനായിട്ട് ദൈവം 2 കാര്യങ്ങൾ പറയുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ ഡിമാൻഡ് ഇന്ന് ഇതൊക്കെയാണ്. ഒന്ന്, അബൈഡ് ഇൻ ഹിം, അതായത് അവനിൽ വസിക്കണം. നീ യേശു ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖയായിരിക്കണം, അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കണം, അവനകത്ത് നീ ജീവിക്കണം, നിന്റെ വാസസ്ഥലം യേശുവാകണം. ഒന്നാമത്തത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവൻ്റെ വചനം, അതായത് ദൈവവചനം, അവൻ പറഞ്ഞ വാക്കുകൾ, അവനെ കുറിച്ചുള്ള വാക്കുകൾ, ആ ദൈവത്തിൻ്റെ അരുളപ്പാട് എൻ്റെ ഹൃദയത്തിനകത്തുണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചോദിച്ചാലും ആ ചോദ്യത്തിന് ഉത്തരം ദൈവം എനിക്ക് തരും. ഹല്ലേലൂയ. എന്തെങ്കിലും ചോദിച്ചാൽ തരുമെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ദൈവം കുറെ സാധനങ്ങളുടെ ലിസ്റ്റ് തന്നിട്ട് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചോദിച്ചോ കിട്ടുമെന്നല്ല പറഞ്ഞത്. ഈ 2 ഡിമാൻഡ് അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ 2 ക്രൈറ്റീരിയക്കകത്ത് ഞാൻ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട് എവർ ഐ ആസ്ക്, ഞാൻ എന്ത് ചോദിച്ചാലും അത് ഉറപ്പായും അത് എനിക്കുള്ളതാണ്. ദൈവം പറയുന്നത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്: നീ എന്ത് ചോദിച്ചാലും ലഭിക്കും. അവനെ നിലനിൽക്കുകയും അവൻ്റെ വാക്ക് നിന്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, എന്ത് ചോദിച്ചാലും ഉറപ്പായും നിനക്ക് കിട്ടും. എൻ്റെ പരാതി തീരും, വിഷമത തീരും, കർത്താവ് എന്നെ കേൾക്കുന്നില്ല, ദൈവം എനിക്ക് തരുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്നുള്ള നമ്മുടെ പരാതി തീരും. ഒറ്റ കാര്യം, അവനിൽ വസിക്കുക, വചനം എൻ്റെ അകത്തുണ്ടായിരിക്കുക. അത് ഉറപ്പാക്കി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, കർത്താവിൻ്റെ കരം. ഈ ബോധത്തിൽ നമുക്ക് ജീവിക്കാം, അവൻ്റെ അകത്ത് ജീവിക്കാം. എൻ്റെ വീട് അവൻ്റെ ശരീരമായിരിക്കട്ടെ, അതുപോലെ അവൻ്റെ വചനം എൻ്റെ അകത്തിരിക്കട്ടെ. ഈ ഒരു ബോധ്യത്തിൽ, ഈ ഒരു പൂർണ്ണ ഉറച്ച ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. നമ്മുടെ സകല പ്രാർത്ഥനകൾക്കും ചോദ്യങ്ങൾക്കും ക്രിസ്തുവിൽ ഉത്തരം ലഭിക്കാൻ പോകും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.